ഒക്കെ പല പാരന്റ്സ് പറയുന്ന കാര്യമാണ്. അതായത് ചെറിയ ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നാണ് ഇപ്പൊ മാർക്കില്ല, അതായത് അല്ലെങ്കിൽ 10th നല്ല സ്കോർ ഉണ്ടായിരുന്നു പക്ഷെ +1 എത്തിയപ്പോൾ മാർക്ക് കുറവാണെന്നുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അതായത് അവർ യൂസ് ചെയ്തിരുന്നത് ഫോർമുല പ്ലസ് പ്രാക്ടീസ് മെത്തേഡാണ്, ക്വിക്ക് റിവൈസ് ചെയ്യുക, മെമ്മറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളത്. പക്ഷെ +1 എത്തുമ്പോഴേക്കും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ടോപ്പിക്സ് ഒക്കെ. അതുപോലെ തന്നെ കുറച്ചും കൂടി ഡീപ്ലി അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്, ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. സോ അപ്പം ഈ ഒരു ഫോർമുല പ്ലസ് പ്രാക്ടീസ് മെത്തേഡ് അല്ലെങ്കിൽ ക്വിക്ക് റിവിഷൻ ഒന്നും അവിടെ പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെറിയൊരു ഭാഗം എടുക്കാം, എന്നിട്ട് അത് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം നമ്മൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള സുഹൃത്തിന് ടീച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ വേറൊരാളെ ടീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് നല്ല തറാവും. അതാണ് ഫീമെയിൽ ടെക്നിക് എന്നുള്ളത്. രണ്ടാമത്തെന്ന് വെച്ച് പറഞ്ഞാൽ ആ പുസ്തകം അടച്ചു വെച്ച് നമുക്കത് ഓർമ്മ ഉണ്ടോ നോക്കുക, അതാണ് ബ്ലർട്ടിംഗ് മെത്തേഡ്. ഈ രണ്ടും നല്ല എഫക്റ്റീവ് ആണ്. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ റിവൈസ് ചെയ്യുക, അതായത് ആഴ്ചയിൽ 3 തവണയെങ്കിലും അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു ദിവസം നമ്മൾ ഒരു സ്കൂളിൽ പഠിപ്പിച്ചത് പഠിക്കാനായിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക, സ്കൂളിലെ കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക, അതായത് 1 മണിക്കൂറോ 1.5 മണിക്കൂർ നമ്മൾ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് വെച്ച് പഠിക്കുക, കുറച്ച് ഭാഗം കവർ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പാസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ചെയ്തു നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആവും, എത്രത്തോളം പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആവും, എക്സാം എഴുതാനാണെങ്കിലും നമ്മൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും. സോ അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഈ വലിയ ക്ലാസ്സുകളിൽ കുറച്ചും കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക്